40 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ കണ്ടുകെട്ടിയതായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് എ.സി. മൊയ്തീൻ എം.എൽ.എ. തന്റെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളോ ഡെപ്പോസിറ്റുകളോ കണ്ടുകെട്ടിയിട്ടില്ലെന്നും എ.സി. മൊയ്തീൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, വിശദാംശങ്ങൾ. അവിടെ എ.സി. മൊയ്തീൻ എം.എൽ.എ. ഈ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ അദ്ദേഹത്തിനെതിരെ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളോട് പ്രതികരിച്ചത്. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി 40 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ കണ്ടുകെട്ടി എന്ന നിലയിൽ, അതായത് ആ പ്രയോഗത്തിലാണ് അതിലുള്ള പിഴവ്. അതായത് അങ്ങനെ തന്റേതായ യാതൊരു നിക്ഷേപങ്ങളോ സ്വത്തോ ഒന്നും കണ്ടുകെട്ടിയിട്ടില്ല, അത്തരത്തിലൊരു ബാങ്ക് അക്കൗണ്ടുകളോ ഡെപ്പോസിറ്റുകളോ ഒന്നും കണ്ടുകെട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തുന്ന സമയത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു രേഖകളോ കണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടുകെട്ടുകയോ ആയിട്ട് അത്തരം സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള 2 ഡെപ്പോസിറ്റുകൾ അത് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മരവിപ്പിക്കുന്നത് കണ്ടുകെട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. പണം ഇടപാട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരവിപ്പിക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മരവിപ്പിച്ച 2 അക്കൗണ്ടുകളെ കുറിച്ച് അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ പണത്തിന്റെ ഉറവിടം, ആ 2 അക്കൗണ്ടുകളിലേക്കും എവിടെ നിന്നാണ് പണം വന്നത് എന്നതിന് വ്യക്തമായ രേഖകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരങ്ങൾ കൈമാറിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ ഇത്തരത്തിൽ വ്യക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം നൽകിയിട്ട് പോലും ചില മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടത് വന്നത്. അത് തന്നെയുമല്ല, കണക്കിൽപ്പെടാതെ യാതൊരു സ്വത്തും താൻ സമ്പാദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാര്യ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഭാര്യയ്ക്ക് ജോലിയിൽ നിന്നും അതിനുശേഷം ആരോഗ്യവകുപ്പിൽ ജോലി ഉണ്ടായിരുന്ന അവർക്ക് വിരമിച്ച ശേഷം കിട്ടിയ വിരമിക്കൽ ആനുകൂല്യവും ഇതുൾപ്പെടെയാണ് നിക്ഷേപം ഉണ്ടാക്കിയിരുന്നത്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ വടക്കാഞ്ചേരി ശാഖയിൽ റിട്ടയർമെന്റ് ആനുകൂല്യമായി ലഭിച്ച തുകയിൽ നിന്നും 20 ലക്ഷം രൂപ ഒരു സഹകരണ ബാങ്കിലേക്ക്, മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘത്തിലേക്ക് ചെക്ക് മുഖാന്തരമാണ് നൽകിയത്. അത് പിന്നീട് അത് മകളുടെ പേരിൽ അക്കൗണ്ടാക്കി മാറ്റിയിരുന്നു. ഈ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് 18 ഡെപ്പോസിറ്റുകളായാണ് മാറ്റിയിരുന്നത്, 18 ലക്ഷം രൂപ. ആ 18 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ വടക്കാഞ്ചേരി ശാഖയിലുള്ള അക്കൗണ്ടും അതിലൊരു സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നു. ഈ സ്ഥിര നിക്ഷേപങ്ങളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. ഇത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു. പിന്നീട് മരവിപ്പിക്കൽ തുടർന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരു ഡെപ്പോസിറ്റുകളും അദ്ദേഹത്തിൻ്റെതായോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടേതായോ കണ്ടുകെട്ടിയിട്ടില്ല. ഇത് വ്യക്തമായി പറഞ്ഞു. എന്റെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന രീതിയിൽ വാർത്തകൾ വരുന്നതിൽ തനിക്ക് പ്രതിഷേധമുണ്ട്. ഇത് പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ നീതിരഹിതമായ ഇടപാട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നിലപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നു. അതിൽ താൻ നിയമ നടപടികൾ താനും കുടുംബവും സ്വീകരിക്കും എന്നും എ.സി. മൊയ്തീൻ എം.എൽ.എ. അറിയിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ കണ്ടുകെട്ടിയതായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് എ.സി. മൊയ്തീൻ എം.എൽ.എ. പറഞ്ഞു. തന്റെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളോ ഡെപ്പോസിറ്റുകളോ കണ്ടുകെട്ടിയിട്ടില്ലെന്നും എ.സി. മൊയ്തീൻ എം.എൽ.എ. വ്യക്തമാക്കി. വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.